ഒരാൾ നാച്ചുറലാണോ അല്ലയോ എന്ന് അയാളുടെ ഫോട്ടോ നോക്കിയോ അല്ലെങ്കിൽ വീഡിയോസ് നോക്കിയോ അല്ലെങ്കിൽ അയാളുടെ ശരീരം മാത്രം നോക്കി പ്രവചിക്കുന്ന രീതി, അത് വീഡിയോസിലൂടെ ആവാം അല്ലെങ്കിൽ പബ്ലിക് ഡിസ്കഷൻ ആവാം. ബൈ ദ വേ, ഞാനിവിടെ പ്രവചിക്കുന്നു എന്നൊരു വാക്ക് ഉപയോഗിച്ചു, കാരണം അത് തന്നെയാണ്. അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ നാറ്റി ഓർ നോട്ട് വീഡിയോസ് എന്നോ അല്ലെങ്കിൽ നാറ്റി ഓർ നോട്ട് ഡിസ്കഷൻ എന്നോ ഒക്കെ വിളിക്കാറുള്ളത്. ഇങ്ങനത്തെ നാറ്റി ഓർ നോട്ട് വീഡിയോസ് അല്ലെങ്കിൽ പബ്ലിക് നാറ്റി ഓർ നോട്ട് ഡിസ്കഷൻസ് എത്തിക്കലാണോ അല്ലയോ എന്നുള്ള ഒരു ഫിലോസഫിക്കൽ ഡിസ്കഷനാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം. ഇത് ഞാൻ തന്നെ ആക്ച്വലി എൻ്റെ ചാനലിൽ പലപ്പോഴായി ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. 10ഓളം നാറ്റി ഓർ നോട്ട് വീഡിയോസ് പല ഇൻഡിവിജ്വലിൻ്റെ പുറത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമായിട്ട് ഈ നാറ്റി ഓർ നോട്ട് വീഡിയോസ് എത്തിക്കലാണോ അല്ലയോ എന്നുള്ളതാണല്ലോ വിഷയം. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ എന്താണ് ഈ നാറ്റി ഓർ നോട്ട്, എപ്പോഴാണ് ഒരാൾ നാച്ചുറൽ ആവുന്നത് അല്ലെങ്കിൽ എൻഹാൻസ്ഡ് ആവുന്നത് അല്ലെങ്കിൽ നോട്ട് നാറ്റി ആവുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരാൾ എക്സ്റ്റേണൽ ഹോർമോണൽ അസിസ്റ്റൻസോടെ ബോഡി ബിൽഡിംഗ് തന്നെ ആവണമെന്നില്ല, അയാളുടെ ശരീരത്തിനെ ട്രാൻസ്ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഷേപ്പിലോട്ടോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് അപ്പിയറൻസിലോട്ട് സ്വന്തം ബോഡി ചേഞ്ച് ചെയ്ത് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിൽ എക്സ്റ്റേണൽ ഹോർമോണൽ അസിസ്റ്റൻസ് ഇൻവോൾവ് ആണ് എന്നുണ്ടെങ്കിൽ അയാൾ നമ്മൾ എൻഹാൻസ്ഡ് അല്ലെങ്കിൽ നോട്ട് നാറ്റി എന്നായിരിക്കും വിളിക്കുന്നത്. അല്ലാത്തവരെ നമ്മൾ നാറ്റി എന്നായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ എക്സ്റ്റേണൽ ഹോർമോണൽ അസിസ്റ്റൻസ്? പലപ്പോഴായി ആൾക്കാർക്ക് സംശയം തോന്നാറുണ്ട്. അതായത് ഈ പ്രോട്ടീൻ പൗഡറോ അല്ലെങ്കിൽ മറ്റുള്ള സപ്ലിമെൻറ്റ്സോ, ക്രിയറ്റിൻ, കാഫീൻ പോലുള്ള സപ്ലിമെൻറ്റ്സ്, ഇതെല്ലാം അൺനാച്ചുറൽ അല്ലേ? അപ്പോൾ ഇത് കഴിക്കുന്നവരെ അൺനാച്ചുറൽ എന്ന് വിളിക്കാമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നാച്ചുറൽ അല്ലെങ്കിൽ അൺനാച്ചുറൽ എന്ന് പറയുന്നത് ഒരു പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നത് കാരണമല്ല, പകരം ഹോർമോൺസിനെ ബേസ് ചെയ്താണ് നമ്മൾ പറയുന്നത്. പലപ്പോഴായി ഈ വേ പ്രോട്ടീൻ അല്ലെങ്കിൽ മറ്റുള്ള തരം പ്രോട്ടീൻസ്, അതേപോലെ തന്നെ കാഫീൻ അല്ലെങ്കിൽ ക്രിയറ്റിൻ പോലുള്ള കാര്യങ്ങൾ, ഈ സപ്ലിമെൻറ്റ്സ് എല്ലാം പ്രോസസ്ഡ് ഫുഡാണ്, ഹെവിലി പ്രോസസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫുഡ് നാച്ചുറൽ ആണെന്ന് നമ്മൾ പറയാറില്ല. എന്നാൽ നമ്മുടെ ഹോർമോൺസിനെ അത് ഒരിക്കലും മാറ്റാറില്ല. പ്രത്യേകിച്ച് പ്രോട്ടീൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ കഴിക്കുന്ന മാക്രോ ന്യൂട്രിയൻ്റ് തന്നെയാണ്. 3 മാക്രോ ന്യൂട്രിയൻ്റ് ആയ പ്രോട്ടീൻ, കാർബ്, ഫാറ്റിലെ ഒരു മാക്രോ ന്യൂട്രിയൻ്റാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് പാലിൽ നിന്നും വരുന്ന ഒരു പദാർത്ഥം തന്നെയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ വേ പ്രോട്ടീനോ അല്ലെങ്കിൽ ക്രിയേറ്റിനോ അല്ലെങ്കിൽ കാഫീനോ ഒക്കെ പ്രോസസ്ഡ് ഫുഡായാലും അത് കഴിക്കുന്നവരെ നമ്മൾ നാച്ചുറൽ എന്ന് തന്നെയായിരിക്കും വിളിക്കുന്നത്. എന്നാൽ ഹോർമോൺസിനെ ഓൾട്ടർ ചെയ്യുന്ന ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർ, പലപ്പോഴായി ഇത് പ്രിസ്ക്രിപ്റ്റീവ് ഡ്രഗ്സ് ആണ്, പലപ്പോഴായി ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ള ഡ്രഗ്സ് ആണ്. എന്നാൽ അങ്ങനത്തെ ഡ്രഗ്സിനെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എടുക്കുന്നവരെ, അവരെയാണ് നമ്മൾ എൻഹാൻസ്ഡ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ബാൻഡ് സബ്സ്റ്റൻസസിനെ അല്ലെങ്കിൽ പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ്സ് എടുക്കുന്നവരെയാണ് നമ്മൾ അൺനാച്ചുറൽ എന്ന് വിളിക്കാറ്. ഇതിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡയനബോൾ അല്ലെങ്കിൽ ട്രൈൻബലോൺ പോലെയുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരെ നമ്മൾ അൺനാച്ചുറൽ എന്നായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഡ്രഗ്സ് ചെയ്യാറുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനത്തെ ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോൺസിനെ ചേഞ്ച് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ ഏറ്റവും കൂടുതൽ ആയി അഫക്റ്റ് ചെയ്യുന്ന കാര്യം, പ്രത്യേകിച്ച് ബോഡി ബിൽഡിങ്ങിലോട്ടും അതേപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻസിലോട്ടും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാറുള്ളത് ടെസ്റ്റോസ്റ്ററോൺ തന്നെയാണ്. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മസിൽ ബിൽഡിങ്ങിന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹോർമോണാണ്. ഈ ഹോർമോണിനെയാണ് പലപ്പോഴായി ഇത് ഓൾട്ടർ ചെയ്യാറുള്ളത്, ഈ ബാൻഡ് ഡ്രഗ്സ് ഓൾട്ടർ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ബാൻഡ് ഡ്രഗ്സ് ടെസ്റ്റോസ്റ്ററോണിനെ ഓൾട്ടർ ചെയ്യുന്നതിലൂടെ ടെസ്റ്റോസ്റ്ററോൺ നമ്മുടെ ബോഡിയിൽ കൂടുകയും അതിലൂടെ നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ, ഫാറ്റ് ലോസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി വളരെ അധികമാവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രസക്തി, എന്തുകൊണ്ടാണ് നാറ്റി ഓർ നോട്ട് വീഡിയോസ് നിങ്ങൾ ചെയ്യുന്നു എന്ന് എൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇതേപോലെ ചെയ്യുന്ന മറ്റുള്ളവരുടെ അടുത്തോ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു വലിയൊരു ഇൻ്റർനെറ്റ് ഫാഡ് തന്നെയാണ്. കാരണം ഒരുപാട് ആൾക്കാർ നാറ്റി ഓർ നോട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇതൊരു വലിയ മാർക്കറ്റാണ്, ഒരുപാട് വ്യൂസും കിട്ടുന്ന ഒരു മേഖല തന്നെയാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നാച്ചുറലായി ബോഡി ബിൽഡിംഗ് ചെയ്യുന്നവരും അതേപോലെ തന്നെ എൻഹാൻസ്ഡ് ആയി ബോഡി ബിൽഡിംഗ് ചെയ്യുന്നവരും രണ്ടും 2 കാറ്റഗറിയാണ്. ഒരിക്കലും നാച്ചുറൽ ആയിട്ടുള്ളവർക്ക് എൻഹാൻസ്ഡ് ആയിട്ടുള്ളവരെ പോലെ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് ചെയ്യാനോ മസിൽ ഗെയിൻ ചെയ്യാനോ പലപ്പോഴും കഴിയാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴായി ഇപ്പോൾ ഉള്ള ഈ കാലഘട്ടത്ത് ഒരുപാട് ആൾക്കാർ ഈ പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ്സോ അല്ലെങ്കിൽ ബാൻഡ് സബ്സ്റ്റൻസസോ ഹോർമോൺസിനെ ഓൾട്ടർ ചെയ്യുന്ന ഡ്രഗ്സ് യൂസ് ചെയ്തത്, അതായത് അവർ നാറ്റി അല്ലായിരിക്കും, എന്നാൽ അവർ ക്ലെയിം ചെയ്യുന്നത് നാറ്റി എന്നായിരിക്കും. അതായത് അവർ നാറ്റി ആണ്, പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കും. അങ്ങനെയുള്ളവരെ നമ്മൾ ഫേക്ക് നാറ്റി എന്ന് വിളിക്കാറുണ്ട്. ഇതിന് വളരെയധികം ഒരു പ്രെവലൻ്റ് ആയ എക്സാമ്പിൾ എന്ന് പറയുന്നത് ലിവർ കിങ് ആണ്. നിങ്ങൾക്ക് ലിവർ കിങ്ങിനെ കുറിച്ച് അറിയാമോ എന്ന് എനിക്കറിയില്ല. ഇനി അദ്ദേഹം വളരെയധികം ഒരു ബിഗ് ഇൻ്റർനെറ്റ് സെലിബ്രിറ്റി ആയിരുന്നു. അദ്ദേഹത്തിന് സ്വന്തമായി പല സപ്ലിമെൻറ്റ് ബ്രാൻഡ്സും ഉണ്ടായിരുന്നു. 2023 വരെയൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് ഞാൻ നാച്ചുറൽ ആണ് എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി അധികം റിപ്റ്റും അതേപോലെ തന്നെ ഭയങ്കര മസ്കുലറും ഒക്കെയാണ്. അപ്പോൾ
ഇത് കേട്ട് പലപ്പോഴും പല ആൾക്കാരും മിസ്ലീഡായി പോകാറുണ്ട്. അദ്ദേഹം അതിനുശേഷം 2023 ഒരു വലിയൊരു എക്സ്പോസീവ് വീഡിയോ വന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പുറത്ത് പ്രൂഫോടെ. അതിനുശേഷം അദ്ദേഹം വന്ന് കൺഫസ് ചെയ്യുമുണ്ടായി, അതായത് ഇത്രയും കാലം ഞാൻ ഡ്രഗ്സ് കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു, നാച്ചുറൽ അല്ലായിരുന്നു, എന്നാൽ ഞാൻ അങ്ങനെ ക്ലെയിം ചെയ്തു എന്ന് അദ്ദേഹം തന്നെ അഗ്രി ചെയ്യുകയും അത് കൺഫസ് ചെയ്യുകയുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഫേക്ക് നാറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ത്രെറ്റാണ്. കാരണം അങ്ങനെയുള്ളവരെ നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റോങ് ആയി എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഒരു വലിയൊരു ത്രെറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പോയി ജിമ്മിൽ ജോയിൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരാളെ കണ്ട് അയാളെപ്പോലെ ആയിത്തീരണം. ഇപ്പോൾ ലിവർ കിങ്ങിന് തന്നെ ഞാൻ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ലിവർ കിങ്ങിനെ എക്സാമ്പിളായി കണ്ട് ഞാൻ ലിവർ കിങ്ങിനെ പോലെ ആവണം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലൂടെ പോയി ഞാൻ വെയിറ്റ് ലിഫ്റ്റിങ്ങും അല്ലെങ്കിൽ മറ്റുള്ള ഫിറ്റ്നസ് ആക്ടിവിറ്റീസും ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊരു പക്ഷേ ഒരിക്കലും അവരെ പോലെ ആയി തീരാൻ പറ്റണമെന്നില്ല. കാരണം നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെസ്റ്റോസ്റ്ററോണിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും അവർ അൺനാച്ചുറലി സ്വന്തം ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡ്രഗ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ പോലെ ആയി തീരാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം വർക്കൗട്ട് ചെയ്തതിന് ശേഷം അയ്യോ ഒരു പ്രോഗ്രസ്സും എനിക്ക് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ആയി പോവുകയും മാത്രമല്ല ഫിറ്റ്നസ്സിനോട് തന്നെ ഒരു താല്പര്യം ഇല്ലാതായി മാറുകയും ചെയ്യാനുള്ള ചാൻസ് വളരെ അധികമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിയണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നാറ്റി ഓർ നോട്ട് വീഡിയോസ് ചെയ്യാറുള്ളത് എന്നാണ് പല ആൾക്കാരും ക്ലെയിം ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ തന്നെയാണ് ഞാനും നാറ്റി ഓർ നോട്ട് വീഡിയോസ് ചെയ്യാനുള്ള ഒരു വലിയ പ്രചോദകം എന്ന് പറയുന്നത്, അതായത് ഈ ഒരു അവയർനെസ് കൊണ്ടുവരിക എന്ന് പറയുന്ന കാര്യം. എന്നാൽ ഞാൻ പലപ്പോഴായി എൻ്റെ പല ആക്ടിവിറ്റീസിനെയും ഞാൻ സെൽഫ് ഇൻട്രോസ്പെക്റ്റ് ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 2019 വരെ ഞാൻ എല്ലാതരം അനിമൽ പ്രോഡക്ട്സും യൂസ് ചെയ്തായിരുന്നു. എൻ്റെ ഡയറ്റിൽ എല്ലാതരം അനിമൽ പ്രോഡക്ട്സും ഉണ്ടായിരുന്നു. എന്നാൽ 2019 ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷനിലൂടെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ എന്താണ് അതിനുള്ള ഇമ്പാക്റ്റ്, എൻ്റെ സറൗണ്ടിങ്സിലുള്ള ഇമ്പാക്റ്റ് എന്നുള്ളത് ഞാൻ വിലയിരുത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം ആ അനിമൽ പ്രോഡക്ട്സിൽ കാരണം എൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഇവൻച്വലി ഒരു പ്ലാൻ ബേസ്ഡ് ഡയറ്റിലോട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ തെറ്റ് മനസ്സിലാക്കി ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷനിലൂടെ ശരിയിൽ നിന്നും കൂടുതൽ ശരിയിലോട്ട് പോവുക എന്നുള്ളൊരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഇവാലുവേഷൻ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പണ്ട് ഈ ചെയ്തിരുന്ന കാര്യങ്ങളും മാത്രമല്ല ഇതിലൂടെ കണക്റ്റായ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇത് എത്തിക്കലാണോ അല്ലയോ എന്ന് കൺക്ലൂഡ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. മാത്രമല്ല അതിന് എന്തൊക്കെ ആക്ഷൻസാണ് ഞാൻ എടുക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു ഡിസ്കഷനും കൂടെ ആയിരിക്കും നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ജെഫ് നിപ്പാഡിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. How do you feel about natty or not videos? All right, I'll take this one. From the creator's standpoint, I think they're overrated because I believe in innocent until proven guilty. And if you're just speculating on someone's natural status on scant evidence, then you could be hurting their reputation. So, അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം പറയുന്ന ഈ കാര്യം ഞാൻ 100% അഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഈ നാറ്റി ഓർ നോട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ പലപ്പോഴും സ്കാൻഡ് എവിഡൻസ് ആണ് ഉണ്ടാവാറുള്ളത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴായി ഒരു വ്യക്തിയുടെ ഫോട്ടോസോ വീഡിയോസോ അല്ലെങ്കിൽ മറ്റുള്ള ചെറിയ ചെറിയ എവിഡൻസസോ കണ്ടിട്ടായിരിക്കും അവർ നാറ്റിയാണോ അല്ലയോ എന്നുള്ള ക്ലെയിം പലപ്പോഴായി ഈ യൂട്യൂബേഴ്സ് ചെയ്യാറുള്ളത്. എവിഡൻസ് വളരെ സ്കാൻഡ് ആണ് എന്നുള്ളതാണ്. എന്നാൽ എൻ്റെ ഫിലോസഫി ഈ ചാനലിൽ പലപ്പോഴായി ഞാൻ പാലിക്കണമെന്ന് വിചാരിച്ച ഒരു ഐഡിയലിസ്റ്റിക് ഫിലോസഫി എന്ന് പറയുന്നത് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളിലും എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം ആൻഡ് അതിന് ബാക്കപ്പ് ഉണ്ടാവണം, എല്ലാ കാര്യങ്ങളിലും എനിക്ക് റിസർച്ച് പേപ്പേഴ്സ് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു ഐഡിയലിസ്റ്റിക് ഒരു വ്യൂ ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവ് ആയിരുന്നു ഈ ചാനൽ തന്നെ ബിൽഡ് ചെയ്തപ്പോഴും എനിക്കുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ കുറച്ചുകൂടെ ഞാനത് റിലാക്സ് ചെയ്യാനാണ് ഉണ്ടായത്. എന്നാൽ ഇതിൽ തന്നെ ഒരാൾ പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഒരു ഫ്രെയിം വർക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് വെച്ച് ഒരു നല്ലൊരു പ്രോബബിലിറ്റിയോടെ നമുക്ക് ഒരാൾ സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ പ്രോസസ്സ് ഞാനൊന്ന് വിവരിച്ച് ഇവിടെ പറയാം. ഈ പ്രോസസ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് വീഡിയോയുടെ എൻഡിൽ എന്താണ് അത് എന്നുള്ളത് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരാളുടെ ഏജും FFMI വാല്യൂവും നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് FFMI എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. FFMI എന്ന് പറയുന്നത് ഫാറ്റ് ഫ്രീ മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് ആണ്. നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് എങ്ങനെയാണോ BMI എങ്ങനെയാണോ നമ്മൾ പറയുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡെക്സ് തന്നെയാണ് ഫാറ്റ് ഫ്രീ മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരഭാരവും അതേപോലെ തന്നെ നമ്മുടെ ഉയരവും മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ ശതമാനം, ബോഡി ഫാറ്റ് പെർസെൻറ്റേജും, ഈ 3 കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആർക്ക് വേണോ നമുക്ക് ഈ FFMI എന്ന് പറഞ്ഞ അനുപാതം കണ്ടുപിടിക്കാവുന്നതാണ്. അത് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഓൺലൈൻ കാൽക്കുലേറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാവുന്നതാണ്. ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങളൊന്ന് തപ്പിയാൽ മതി. അപ്പോൾ ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ
ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് 67 kg ആണ്. എനിക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 174.5 cm ആണ്. മാത്രമല്ല എൻ്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 16.7% ആണ്. അപ്പോൾ ഇത് മൂന്നും വെച്ച് എൻ്റെ FFMA കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 18.5-നും 19-നും ഇടയ്ക്കാണ്. അപ്പോൾ 2015 വന്ന ഈ പഠനം പറയുന്നത് ഈ FFMA വാല്യൂ ഒരു ഇൻഡിവിജ്വലിന് 25-ന് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ആ ഇൻഡിവിജ്വൽ പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗോ അല്ലെങ്കിൽ സ്റ്റെറോയിഡ്സോ യൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെ അധികമാണ് എന്നാണ് പറയുന്നത്. ഇതൊരു ഷുവർ ഷോട്ട് ടെസ്റ്റ് അല്ല. ഞാൻ നേരത്തെയും ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ 100% ഒരാളുടെ FFMA 25-ന് കൂടി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അയാൾ സ്റ്റെറോയിഡ്സ് എടുത്തിട്ടുണ്ട് എന്ന് 100% നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പലപ്പോഴായി ആൾക്കാരുടെ ജെനറ്റിക്സ് എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടർ പ്ലേ ചെയ്യാറുണ്ട്. നാച്ചുറലായിട്ടുള്ളവർക്ക് ചിലർക്ക് 25-ന് കൂടുതൽ FFMA വാല്യൂ വരാറുണ്ട്. എന്നാൽ ഇൻ ജനറൽ ഒരു വാസ്റ്റ് മെജോറിറ്റിക്ക് 25-ന് കൂടുതലാണ് FFMA എന്നുണ്ടെങ്കിൽ അവർ നാച്ചുറൽ അല്ലാതാവാനുള്ള ചാൻസ് വളരെ അധികമാണ്. ഇതിൻ്റെ കൂടെ തന്നെ അവരുടെ ഏജും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ FFMA എന്ന് പറയുന്നത് നമ്മുടെ ഏജ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 20s to 30s വരെ നിങ്ങളുടെ മസിൽ മാസ് എന്ന് പറയുന്നത് വളരെ അധികമായിരിക്കും ഇൻ ജനറൽ പോപ്പുലേഷൻ ഞാൻ പറയുവാണ്. എന്നാൽ ഒരാൾ 40s പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മസിൽസ് കുറഞ്ഞ് കൊഴുപ്പ് കൂടാറുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ മസിൽസ് കുറഞ്ഞ് കൊഴുപ്പ് കൂടുമ്പോൾ നാച്ചുറലി FFMA വാല്യൂ മാറാറാണുള്ളത്. അപ്പോൾ പ്രായം ചെന്ന ആൾക്കാർക്ക് അതിനനുസരിച്ച് FFMA കുറവും, എന്നാൽ 20s-ലോ 30s-ലോ ഉള്ള ആൾക്ക് FFMA കൂടുതലും ആവാനാണ് സാധ്യത. അപ്പോൾ ഇതിന് വിപരീതമായി വരുവാണെന്നുണ്ടെങ്കിൽ അവർ പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ് യൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെ അധികമാണ്. അതേപോലെ തന്നെ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഈ FFMA വാല്യൂ ഭയങ്കരമായി ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ 18.5 to 19 ഇടയ്ക്കാണ് എൻ്റെ FFMA വാല്യൂ വരുന്നത്. പെട്ടെന്ന് ഒരു 3 മാസം കൊണ്ടോ അല്ലെങ്കിൽ 6 മാസം കൊണ്ടോ എൻ്റെ FFMA വാല്യൂ ഒരു 24 or 25 ആയി കഴിഞ്ഞാൽ അത് സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ക്ലിയർ ഇൻഡിക്കേറ്റർ ആണ് എന്നുള്ളതാണ്. അത് ഫാക്ടർ നമ്പർ 1 ആണ്. ഫാക്ടർ നമ്പർ 2 എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈം ഫ്രെയിമിൽ ഒരു റാപ്പിഡ് ഫാറ്റ് ലോസും ഒരു റാപ്പിഡ് മസിൽ ഗെയിനും ഇൻ പാരലൽ സംഭവിക്കുക എന്നുള്ളത് ഒരു വലിയൊരു റെഡ് ഫ്ലാഗ് ആണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പല ഹോളിവുഡ് ആക്ടേഴ്സും ഒക്കെ പെട്ടെന്ന് വളരെ ഒരു ഡ്രാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെയധികം അവർക്ക് ഫാറ്റും കുറയും, ശരീരത്തിലെ ഫാറ്റും കുറയും, മസിൽസും വളരെയധികം കൂടും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു വലിയൊരു റെഡ് ഫ്ലാഗ് ആണ്. അത് ഒരു PD യൂസേജിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മൂന്നാമതായി പറയേണ്ടത് സിഗ്നിഫിക്കൻറ്റ് മസിൽ ഗെയിൻ ആഫ്റ്റർ ജനറ്റിക് പൊട്ടൻഷ്യൽ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ജനറ്റിക് പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ശരീരത്തിൽ നാച്ചുറലായി ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അധികം എമൗണ്ട് ഓഫ് മസിൽസിനെയാണ് നമ്മൾ ജനറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഒരാൾക്ക് വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഒരു 8 മുതൽ 10 വർഷം ആകുമ്പോഴത്തേക്കുമായിരിക്കും അയാളുടെ പോസിബിൾ ഏകദേശം ഒരു ഹയസ്റ്റ് മസിൽ അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഞാൻ പറയുന്നത് പ്രോപ്പർ ട്രെയിനിങ്, പ്രോപ്പർ ന്യൂട്രീഷനും ഫോളോ ചെയ്യുന്ന ഒരാൾക്കാണ്. അങ്ങനെ ഒരു 10-12 വർഷത്തോളം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജനറ്റിക് പൊട്ടൻഷ്യലിലോട്ട് എത്തിച്ചേരാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ അങ്ങനെ ജനറ്റിക് പൊട്ടൻഷ്യലിൽ എത്തിച്ചേർന്ന ശേഷം ഒരാൾ സിഗ്നിഫിക്കൻ്റായി മസിൽ ഗെയിൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് ഒരു റെഡ് ഫ്ലാഗ് ആണ് എന്ന് വേണം പറയാൻ. നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട് പല ആക്ടേഴ്സും ഒക്കെ അല്ലെങ്കിൽ ബോഡി ബിൽഡേഴ്സൊക്കെ ഈവൻ 30s-ലോ 40s-ലോ ആയിരിക്കും. അവർ അതിന് മുന്നേ 10-20 വർഷം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ഒരു 40s-ലോ 45-ലോ ഉള്ള ഒരാൾ പെട്ടെന്ന് മസിൽസ് അതിന് ശേഷം പെട്ടെന്ന് കൂട്ടുവാണെന്നുണ്ടെങ്കിൽ അതൊരു വളരെ ഒരു ക്ലിയർ ഇൻഡിക്കേറ്ററാണ് സ്റ്റെറോയിഡ് യൂസേജിന് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്പർ 3. നമ്പർ 4 എന്ന് പറയുന്നത് സൈഡ് എഫക്ട്സ് ആണ്. അപ്പോൾ സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ ഈ പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ്സോ അല്ലെങ്കിൽ സ്റ്റെറോയിഡ്സോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകാൻ പറ്റും അവർക്ക് ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത് പുരുഷസ്ഥലം എന്നാണ് നമ്മൾ പറയുന്നത്. ഈ പുരുഷസ്ഥലം നാച്ചുറലി ചിലർക്ക് ഉണ്ടാവാറുണ്ട് ജനിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പ്യൂബർട്ടിയിൽ പലപ്പോഴും പുരുഷസ്ഥലം ഉള്ള ആൾക്കാരുണ്ട്. എന്നാൽ നേരത്തെ പുരുഷസ്ഥലം ഇല്ലാതെ പെട്ടെന്ന് ഒരു സമയത്തിന് ശേഷം ഒരു ട്രാൻസ്ഫോർമേഷന് ശേഷം പുരുഷസ്ഥലം ഒരാൾക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു വളരെ ക്ലിയർ ഇൻഡിക്കേറ്ററാണ്. കാരണം പുരുഷസ്ഥലം എന്ന് പറയുന്നത് ഈ സ്റ്റെറോയിഡ് യൂസേജിന് ശേഷം, കാരണം ടെസ്റ്റോസ്റ്ററോൺ കൂടിക്കഴിഞ്ഞാൽ പലപ്പോഴായി സംഭവിക്കാനുള്ളൊരു കാര്യമാണ്. കാരണം പാരലി നമ്മുടെ ബോഡി ഈസ്ട്രോജനും കൂട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്റ്റെറോയിഡ്സ് നിർത്തിക്കഴിഞ്ഞാൽ ഈ ടെസ്റ്റോസ്റ്ററോൺ കുറയുകയും എന്നാൽ ഈസ്ട്രോജൻ അങ്ങനെ കൂടി തന്നെ നിൽക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ പുരുഷസ്ഥലം വരാറുള്ളത്. അപ്പോൾ അതൊരു സൈഡ് എഫക്റ്റാണ്. അതേപോലെ തന്നെ ആക്നെ, നമ്മുടെ ശരീരത്തിൽ വരുന്ന ആക്നീസ് ഒരു വളരെ ക്ലിയർ ഇൻഡിക്കേറ്ററാണ്. അപ്പം നേരത്തെ അധികം ആക്നെ ഇല്ലാതെ പെട്ടെന്ന് ഒരുപാട് ആക്നെ വന്നു കഴിഞ്ഞാൽ അതൊരു ക്ലിയർ ഇൻഡിക്കേറ്ററാണ്. അങ്ങനെ പല സൈഡ് എഫക്ട്സും നമുക്ക് സ്റ്റെറോയിഡ്സിൻ്റെ സൈഡ് എഫക്ട്സ് സ്റ്റെറോയിഡ് യൂസേജിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായി മാറാറുണ്ട്. ആൻഡ് ഫൈനൽ എവിഡൻസ് എന്ന് പറയുന്നത് ഇൻകൺസിസ്റ്റൻറ്റ് നറേറ്റീവ്സ് ആണ്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഫേക്ക് നാറ്റി ആയിട്ടുള്ളവർ പലപ്പോഴായി ഇൻ്റർവ്യൂസിലൊക്കെ വന്നിട്ട് ഈ ഹോളിവുഡ് ആക്ടേഴ്സൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ചിക്കൻ ബ്രോക്കലി ആൻഡ് റൈസ് എന്നൊക്കെ പറയാറുണ്ട് അവർ. അപ്പോൾ അതൊക്കെ വളരെ ക്ലിയർ ഇൻഡിക്കേറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ ഈ ക്ലെയിംസ് എന്ന് പറയുന്നത് വളരെ അബ്സേർഡ് ക്ലെയിംസ് ആയിരിക്കും അവരുടെ.
ആൻഡ് മനുഷ്യനാൽ സാധ്യമല്ലാത്ത പല ക്ലെയിംസും അവർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ക്ലെയിം ചെയ്യുന്നവരും ഒരു ഫേക്ക് നാറ്റി ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു 5 ഫാക്ടർ എന്ന് പറയുന്നത് ഒരാൾ സ്റ്റെറോയിഡ് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ ഒരു വളരെ നല്ല ഫ്രെയിം വർക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ അതായിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത്. എൻ്റെ എല്ലാ വീഡിയോസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ചെയ്ത 8-10 നാറ്റി ഓർ നോട്ട് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാലും എങ്ങനെയാണ് അവർ നാച്ചുറൽ ആണോ അല്ലെങ്കിൽ അൺനാച്ചുറൽ ആണോ എന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 5 ഫാക്ടേഴ്സും ഫോളോ ചെയ്ത് ഒരുപാട് അവരെക്കുറിച്ചുള്ള റിസർച്ച്, അവരുടെ ട്രാൻസ്ഫോർമേഷൻസ്, അവരുടെ വെയിറ്റ്, അവരുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നെറ്റിൽ നിന്നും തപ്പി കണ്ടുപിടിച്ചതിന് ശേഷം ആ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ഇത് വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു എവിഡൻസ് ആണ് എന്നുള്ള ഒരു ധാരണയായിരുന്നു. എന്നാൽ ഇത് പലപ്പോഴും സബ്ജക്റ്റീവ് ആണ് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ എൻ്റെ വീഡിയോസിൽ തന്നെ പറയാറുണ്ടായിരുന്നു, ഈ പറയുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ എൻ്റെ ഗെസ്റ്റിമേറ്റ് ആണ് എന്നുള്ള കാര്യം. അപ്പോൾ ആ ഗെസ്റ്റിമേറ്റ്സ് തെറ്റാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഓവറോൾ ഡേറ്റയും നമ്മൾ നെറ്റിൽ നിന്നും എടുക്കുന്ന ഡേറ്റയാണ്. അപ്പോൾ ഈ നെറ്റിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ അത്ര റിലയബിൾ ആവാനുള്ള, ഒരുപക്ഷെ പല സോഴ്സിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുവിധം റിലയബിൾ ആവാറുണ്ട്, എന്നാൽ അതിലൊരു ചാൻസ് ഓഫ് എറർ ഉണ്ട്. അപ്പോൾ ഓവറോളായി നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഹാർഡ് എവിഡൻസ് ആണ് എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാർഡ് എവിഡൻസ് ഇല്ലാതെ ഒരു കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരുന്നത് ഒരു പ്രോപ്പർ രീതി അല്ല എന്നുള്ളത് ഞാൻ ജെഫ് നിപ്പാഡുമായി കംപ്ലീറ്റ് അഗ്രി ചെയ്യുന്നുണ്ട്. ഇനി അഥവാ ഈ 5 സ്റ്റെപ്പ് പ്രോസസ്സ് വെച്ച് ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നോക്കുന്നതൊക്കെ ഒരു ഹാർഡ് എവിഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ പോലും അവിടെ ഉള്ള ഒരു വലിയൊരു ഫിലോസഫിക്കൽ ചോദ്യം എന്ന് പറയുന്നത്, ആരാണ് ഈ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് എന്ത് എൻറ്റൈറ്റിൽമെൻ്റ് ആണ് ഉള്ളത് ഈ ജഡ്ജ്മെൻറ്റ് പാസ് ചെയ്യാൻ എന്നുള്ള കാര്യമാണ്. കാരണം പലപ്പോഴായി നമ്മൾ ഈ ചെയ്യാറുള്ളത് ഓരോ ഇൻഡിവിജ്വലിനെ എടുത്ത് വെച്ചിട്ട് ആ ഇൻഡിവിജ്വലിൻ്റെ കുറേ ഡേറ്റ കളക്ട് ചെയ്തിട്ട് അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ ഒരു പ്രൈവസി കൺസേൺ ഉണ്ട്, നമ്പർ 1. ആൻഡ് നമ്പർ 2, അയാൾ നാച്ചുറൽ ആണ് എന്നോ അല്ലെങ്കിൽ അല്ല എന്നാണ് അവിടെ വെർഡിക്റ്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അല്ല എന്ന് പ്രത്യേകിച്ച് കൊടുക്കുമ്പോൾ അവിടെ ഒരു റെപ്യൂട്ടേഷണൽ ഡാമേജ് വരാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എൻറ്റൈറ്റിൽമെൻറ്റ് എന്താണ് എന്നുള്ള ചോദ്യവും അവിടെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ആൻഡ് ഇതിന് ഞാൻ പലപ്പോഴായി വിചാരിച്ചിരുന്ന ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ കേസ് തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് ഞാൻ ജിമ്മിൽ പോയി ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഐഡലൈസ് ചെയ്തിരുന്ന പല ആൾക്കാരും, പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഹോളിവുഡിലെ തന്നെ ഏകദേശം ഒരു 80% ഓഫ് ആൾക്കാർ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന ആക്ടേഴ്സ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഈ സ്റ്റെറോയിഡ് അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ആൻഡ് പ്രോ ബോഡി ബിൽഡിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ മിസ്റ്റർ ഒളിമ്പിയ പോലുള്ള കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 99% ആൾക്കാരും സ്റ്റെറോയിഡ് അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ആൻഡ് ദേ ആർ കമ്പൽഡ് ടു ഡു ഇറ്റ് ഇൻ എ വേ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ ഐഡലൈസ് ചെയ്ത ചില ആക്ടേഴ്സ് ആൻഡ് ബോഡി ബിൽഡേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു ഈ സ്റ്റെറോയിഡ് അബ്യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം. ആൻഡ് ദേ വർ നെവർ ഓപ്പൺ അബൌട്ട് ഇറ്റ് ആൻഡ് ഐ വാസ് ട്രൈങ് ടു ബി ലൈക്ക് ദം. അവരെ പോലെ ആയി തീരാനുള്ള ഒരു പരിശ്രമമായിരുന്നു. അതിൽ പരാജയപ്പെടുമ്പോൾ വരുന്ന ആ ഒരു ഡീമോട്ടിവേഷൻ, ഫിറ്റ്നസ്സിനോട് തോന്നുന്ന വെറുപ്പ്, ഇതൊന്നും വേറൊരാൾക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല എന്നുള്ളൊരു കൺസേൺ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആൻഡ് ഐ സ്റ്റിൽ സ്റ്റാൻഡ് ബൈ മൈ റെസ്പോൺസിബിലിറ്റി. കാരണം ഈ അവയർനെസ് കൊണ്ടുവരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് യങ് പീപ്പിൾ ആൻഡ് ബിഗിനേഴ്സിന് ഈ അവയർനെസ് കൊടുക്കേണ്ടത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് എനിക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഐ വുഡ് ഓൾവേസ് സ്റ്റാൻഡ് ബൈ ദാറ്റ്. എന്നാൽ അതൊരു ഇൻഡിവിജ്വൽ ബേസിസിലാവാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനി നമുക്ക് ജെഫ് നിപ്പാഡിൻ്റെ ഒരു ക്ലിപ്പ് കൂടെ കണ്ടുപോകാം. From the viewer's standpoint, I don't think they actually give you any value apart from just the fun of the drama, I guess, because the idea is that, oh, if they're not natty, then it's not realistic for me to look like them. But you can't really look like anyone else anyway because of genetic differences, right? Yes. So I think that from both the creator's standpoint and the viewer's standpoint, super overrated. Yeah. ജെഫ് നിപ്പാഡ് ഇവിടെ പറഞ്ഞ കാര്യം വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാറ്റി ഓർ നോട്ട് വീഡിയോസ് ചെയ്യാറുള്ള പല ആൾക്കാരും ക്ലെയിം ചെയ്യാറുള്ളത് ഒരു അവയർനെസ് കൊണ്ടുവരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരാളെ പോലെ ആവാൻ പറ്റത്തില്ല എന്നുള്ളത് ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കണം, അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. എന്നാൽ ജെഫ് നിപ്പാഡ് പറയുന്ന പോലെ തന്നെ നമുക്ക് ഒരിക്കലും മറ്റൊരാളെ പോലെ ആയിത്തീരാൻ കഴിയത്തില്ല. അതിന് ആ മറ്റൊരാൾ എന്ന് പറയുന്നത് സ്റ്റെറോയിഡ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. പകരം ആ മറ്റൊരാളുടെ ജെനറ്റിക്സ് ഡിഫറെൻ്റ് ആയാലോ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ട്രെയിനിങ് ഡിഫറെൻ്റ് ആയാലോ, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന ന്യൂട്രീഷൻ ഡിഫറെൻ്റ് ആയാലോ, അങ്ങനെ പല ഫാക്ടേഴ്സ് ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും മറ്റൊരാളെ കണ്ട് ഈവൻ അയാൾ നാച്ചുറൽ ആണെങ്കിൽ പോലും
മറ്റൊരാളെ കണ്ട് എനിക്ക് അയാളെപ്പോലെ ആയിത്തീരണം എന്ന് ആരും ഒരിക്കലും സ്വപ്നം കാണാൻ പാടില്ല എന്നുള്ളൊരു ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നാറ്റി ഓർ നോട്ട് വീഡിയോസ് തന്നെ ചെയ്യണം എന്ന് നിർബന്ധമില്ല. അതിന് വേറെ പല വഴികളും ഉണ്ട്. അതേപോലെ തന്നെ ജനറ്റിക്സ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൂട്ടം ആൾക്കാർ ചിലപ്പോൾ അവരുടെ ജനറ്റിക്സ് പൂർ ആണെന്നുണ്ടെങ്കിൽ അവർ സ്റ്റെറോയിഡ് യൂസ് ചെയ്താൽ പോലും അവരുടെ അപ്പിയറൻസ് എന്ന് പറയുന്നത് വളരെയധികം നന്നാവാനുള്ള സാധ്യത ഇല്ല. അറ്റ് ദ ഫ്ലിപ്പ് സൈഡ് ചിലർ ഈവൻ സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യാതെ, പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ് യൂസ് ചെയ്യാതെ, ബാൻഡ് സബ്സ്റ്റൻസ് യൂസ് ചെയ്യാതെ അവരുടെ ജനറ്റിക്സ് കാരണം അവരെ കാണാൻ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു വേരിയബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ മറ്റൊരാളെ കണ്ട് അവരെ ഇൻസ്പിറേഷനായി എടുക്കാം, എന്നാൽ അവരെ കണ്ട് അവരെ പോലെ ആയിത്തീരണം എന്നൊരിക്കലും പ്രതീക്ഷിക്കരുത്. സോ വളരെ ചുരുക്കമായി പറഞ്ഞു കഴിഞ്ഞാൽ, ടു ലോങ് ഡിഡ്ന്റ് സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറ്റി ഓർ നോട്ട് വീഡിയോസ് എത്തിക്കൽ അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ. സോ വാട്ട് ഹാവ് ഐ ഡൺ അബൌട്ട് ദോസ് പ്രീവിയസ് വീഡിയോസ്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഈ ചാനലിൽ തന്നെ ഏകദേശം 10ഓളം വീഡിയോസ് ഞാൻ നാറ്റി ഓർ നോട്ട് ഇൻഡിവിജ്വൽസിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പല വീഡിയോസിലായി പല ആൾക്കാരെയും റെഫർ ചെയ്ത് അവർ സ്റ്റെറോയിഡ് അബ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ക്ലെയിംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഇതിൽ വർക്ക് ചെയ്യുമായിരുന്നു. ആൻഡ് ഈ നാറ്റി ഓർ നോട്ട് വീഡിയോസ് ചെയ്ത ആ വീഡിയോസിൽ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ആ ഇൻഡിവിജ്വലിൻ്റെ ബോഡി വെയ്റ്റ്, ഹൈറ്റ്, അതേപോലെയുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം വരുന്ന ഈ 5 സ്റ്റെപ്പ് പ്രോസസ്സ് ആൻഡ് അവിടെ കൊടുക്കുന്ന വെർഡിക്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആ വീഡിയോയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഞാൻ നാറ്റി ഓർ നോട്ടിൽ നിന്നും ഫിറ്റ്നസ് അനാലിസിസ് എന്ന് മാറ്റിയിട്ടുണ്ട് ഈ എല്ലാ വീഡിയോസും. മാത്രമല്ല ഇത് കൂടാണ്ട് മറ്റുള്ള വീഡിയോസിൽ എവിടെയൊക്കെയാണോ ഞാൻ ഈ റെഫറൻസ് കൊടുത്തിട്ടുള്ളത് അതെല്ലാം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടു ബി ക്ലിയർ ആൻഡ് ടു ബി ഓൺ ദ സെയിം പേജ്, ഞാൻ ഇനിയും ഈ വീഡിയോസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇതേപോലെ ഫിറ്റ്നസ് അനാലിസിസായി വീഡിയോസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. ആൻഡ് ഈ വീഡിയോയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 5 സ്റ്റെപ്പ് പ്രോസസ്സ്, ഈ 5 പ്രോസസ്സ് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഇൻഡിവിജ്വൽ നാറ്റി ആണോ അല്ലയോ എന്ന് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഞാൻ ആ കൺക്ലൂഷൻ ഒരിക്കലും ഇനി കോൾ ഔട്ട് ചെയ്യാൻ പോകുന്നില്ല ഒരു ഇൻഡിവിജ്വലിൻ്റെ ബേസിസിൽ. എന്നാൽ സിസ്റ്റംസിനെ എക്സ്പോസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോളിവുഡ് ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിലോ, ഈവൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിലോ, ബോഡി ബിൽഡിംഗ് വേൾഡ് ആണെന്നുണ്ടെങ്കിലോ ഒരുപാട് ഫേക്ക് നാറ്റീസ് ഉണ്ട്. ആൻഡ് ആ ഫേക്ക് നാറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യവും അതിനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഐ സ്റ്റിൽ stand by that. And finally, I'm incredibly happy that I'm making this transformation, അല്ലെങ്കിൽ making this change. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ 2019 എങ്ങനെയാണോ ഞാൻ അനിമൽ പ്രോഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ അതിൽ നിന്നും മാറി പ്ലാന്റ് ബേസ്ഡ് ഡയറ്റിലോട്ട് വരുന്നത്, അത് എൻ്റെ ഒരു ഇമ്പാക്റ്റ് ആൻഡ് എൻ്റെ ആക്ടിവിറ്റീസിലുള്ള എത്തിക്സ് കൺസിഡർ ചെയ്താണ് ഞാൻ വന്നത്. അതേപോലെ ഒരു എത്തിക്കൽ ബേസിസിൽ ഞാൻ കൊണ്ടുവരുന്ന ഒരു ചേഞ്ചാണ് ഇത്. മറ്റാരും പറഞ്ഞോ അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഫോഴ്സ് കാരണമോ ചെയ്തല്ല, പകരം സെൽഫ് ഇൻട്രോസ്പെക്ഷനിലൂടെ വരുന്ന ഒരു ചേഞ്ചാണ്. ആൻഡ് അങ്ങനെ വരുന്ന ചേഞ്ചസ് ഇറ്റ് ഈസ് ഇൻക്രെഡിബിളി സാറ്റിസ്ഫൈങ്. കാരണം നമ്മൾ ശരികളിൽ നിന്നും എപ്പോഴും കൂടുതൽ ശരികളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് ചെയ്തതിൽ ഐ എം എക്സ്ട്രീംലി ഹാപ്പി. പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ചേഞ്ചസ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വർക്കിനെ തന്നെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് കോഗ്നിറ്റീവ് ഡിസണൻസ് ഉണ്ടാവാറുണ്ട്, പല ബയാസസ് ഉണ്ടാവാറുണ്ട്. അതിലൂടെ നമ്മൾ ചെയ്ത വർക്കിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യാനായിരിക്കും നോക്കുന്നത്. എന്നാൽ അതിനൊന്നും ഞാൻ വീണ് പോയില്ല എന്നുള്ളൊരു സന്തോഷം എനിക്കിപ്പോൾ ഉണ്ട്. ഓവറോളായി പറഞ്ഞു കഴിഞ്ഞാൽ നാറ്റി ഓർ നോട്ട് വീഡിയോസ് എത്തിക്കൽ അല്ല. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് പീപ്പിൾ ടേക്ക് ദാറ്റ് സീരിയസ്ലി ബിക്കോസ് there is a reputation that is there. ഒരാളുടെ റെപ്യൂട്ടേഷൻ വെച്ചാണ് നാറ്റി ഓർ നോട്ട് വീഡിയോസ് കളിക്കുന്നത്. ആൻഡ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. മാത്രമല്ല ഇതിനെ ഈ ഫേക്ക് നാറ്റീസിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നതും എഡ്യൂക്കേറ്റ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ആൻഡ് ഐ സ്റ്റിൽ സ്റ്റാൻഡ് ബൈ ദാറ്റ്. എന്നാൽ അതൊരു ഇൻഡിവിജ്വൽ ബേസിസിലാവാൻ പാടില്ല എന്നുള്ളതാണ് ഈ വീഡിയോയുടെ കൺക്ലൂഷൻ. ഓൾറൈറ്റ്, ഇതുപോലെ പല വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട്. ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്ന ബ്രേക്കിന് കാരണമായിരുന്നു ഈ കഴിഞ്ഞ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യാൻ ഞാനെടുത്ത സമയമായിരുന്നു ആ ബ്രേക്കിന് കാരണം കഴിഞ്ഞ ഇതിന് തൊട്ട് മുന്നിലത്തെ വീഡിയോ ഞാൻ ചെയ്തത് എനിക്ക് തോന്നുന്നു 2025 ഡിസംബറാണ്. ഇപ്പോൾ 2026 ഏപ്രിലായി. സോ ടു ടേക്ക് ക്വൈറ്റ് സം ടൈം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ നിങ്ങളുടെ ആവറേജ് മെല്ലു ഫിറ്റ് ഗായ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.